മാന്യനായി പോയത്. അങ്ങനെയാണ് സൗണ്ട് ഉണ്ടാവുക. വന്നിക്കണോ? മേലൊന്നും കഴുകണ്ടേ? അപ്പുറത്ത് പോയി കടത്തു. എന്റെ അമ്മോടെ എന്താ സ്നേഹം. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇനി ഒന്ന് നടക്കട്ടെ, കുറച്ച് നേരമായിട്ട് ഇരിക്കുകയാണ്, വേറെ ഒന്നുമല്ല. ഇപ്പം നമ്മൾ ജിമ്മിൽ പോയി വന്നേ ഉള്ളൂ. ഒരാഴ്ചയായിട്ട് എന്താ പറയുക, നല്ല ജലദോഷവും രാത്രി മുഴുവൻ ചുമച്ചിട്ട് ഉറങ്ങാൻ പറ്റാതെയായിട്ട് ജിമ്മിൽ പോയിണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 1 വീക്ക് ബ്രേക്കിന് ശേഷം പോയതാണ്. ഇന്ന് ചെന്ന് പെട്ടത് ലെഗ്സ് ഡേയുടെ അന്നാണ്. ഞാൻ സത്യമായിട്ട് വിചാരിച്ചില്ല ഇന്ന് ലെഗായിരിക്കും എന്ന്. എൻ്റെ കയ്യും കാലൊക്കെ, കൈയല്ല കാല് വിറച്ചിട്ട് ഇപ്പം എനിക്ക് നടക്കാൻ വയ്യാതെ. ഞാൻ ഇടയ്ക്കൊന്ന് ഇരുന്ന്, കാരണം കുറേ കാലത്തെ ഗ്യാപ്പും പിന്നെ ലെഗ് ഡേ അറിയാലോ, ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ നിറയെ വെജിറ്റബിൾസ്, ഫ്രഷ് വെജിറ്റബിൾസ് ഇന്ന് ഇവിടെ ഇങ്ങനെ വരും, മാർക്കറ്റ് പോലെ വരും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ അധികം നല്ലോണം വെജിറ്റബിൾസ് വാങ്ങാറുണ്ട്, ഭയങ്കര ഫ്രഷ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ വാങ്ങി അതും കൂടെ പിടിച്ച് ഒട്ടും നടക്കാൻ വയ്യാതെ അതേ ഈ പാർക്കിൽ ഇങ്ങോട്ട് ഇരിക്കാൻ വന്നതാണ്. നല്ല രസമാണ് ഈ പാർക്കിൽ. രാവിലെ ആൾക്കാരൊക്കെ നടക്കാൻ വരും. അപ്പോൾ ചുമ്മാ ഇപ്പം ഇങ്ങനെ ആൾക്കാരൊക്കെ പോയി തുടങ്ങി. രാവിലെ ഞാൻ ജിമ്മിന് പോണ സമയത്താണ് കുറേ ആൾക്കാരുണ്ടാവുക. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നാടൊക്കെ ഫീൽ ചെയ്യും നമുക്ക്, നിറയെ മരങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തുള്ള കോംപ്ലക്സിൽ നല്ല രസമായിരിക്കും, നല്ല എന്താ പറയുക, ഒരു നാട്ടിലെ ഫീലിംഗ് ആണ് ഇവിടെ. അപ്പം ഞാനിതേ പോട്ടെ, എൻ്റെ അമ്മേ, നല്ല മോർണിംഗ്. എന്നാലും ബാക്ക് ടു വർക്ക് ആയപ്പോൾ ഒരു സമാധാനം, ഒരു സന്തോഷം. ഷൂസ് വെക്കുന്നതിന് പകരം വെജിറ്റബിൾസ് വെക്കാനുള്ള സ്ഥലമായോ? ഇതെൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് കേട്ടോ. ഞാൻ ചുമ്മാ കണ്ണാടിയിലൂടെ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. പുറത്തുനിന്ന് ഭയങ്കര വാളം കേട്ടുണ്ടാവും, കാരണം പുറത്ത് എന്താ വെച്ചാൽ പണി നടക്കുന്നുണ്ട്. നമ്മളതിൻ്റെ തൊട്ടടുത്തൊരു ബിൽഡിങ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ പണി നടക്കുകയാണ്. നമുക്ക് ശരിക്കും ഉമ്മറം അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉമ്മറമായിട്ട് ഞാൻ കണക്കാക്കുന്ന സ്ഥലമാണിത്, കാരണം ഇവിടെ ഇരിക്കാനും പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ ഇരിക്കാൻ. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥലം, ഇത് ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചതാണ്. എന്നാലും എൻ്റെ അടുത്ത് കുറേ പേര് പറയാറുണ്ട്, ചേച്ചിയുടെ ഈ ഒരു ഉമ്മറം ഫ്രണ്ടിലെ ഭാഗം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആക്ച്വലി ഒരു നാടൻ ലുക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയത്. അത് പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു നാട്ടിലെ പണ്ടത്തെ അല്ലേ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആക്ച്വലി എനിക്ക് വീട് മൊത്തം പക്ക കേരള സ്റ്റൈലിൽ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര സ്പേസ് വേണം. ഒരുപാട് സ്പേസ് ഉണ്ടെങ്കിലാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അങ്ങനത്തെ ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ സ്പേസ് കുറവായത് കാരണം അങ്ങനെ നാടൻ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എന്താ ഫ്രണ്ടിൽ എനിക്ക് ഇങ്ങനെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇത് നമ്മൾ ആമസോണിലേക്ക് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു ഈവൻ സൈഡ് ഇതിങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിലോ എവിടെയെങ്കിലും നല്ല ഭംഗിയിലൊരു മാല പോലെ നല്ല രസമാണ് ഇതാണ്. അപ്പോൾ വന്ന ഉടനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി അറിയാലോ, ദേ ഈ ഒരു പാത്രങ്ങളൊക്കെ വെക്കലാണ്. അപ്പോൾ ഡിഷ് വാഷറിൽ പാത്രങ്ങളൊക്കെ എടുത്തതിന് ശേഷം വേണം വെക്കാൻ. അതാണ് ഒരു ചെറിയ മടിയുന്നത്, കാരണം അത് എടുത്തില്ലെങ്കിൽ പിന്നെ അടുത്ത പാത്രം വെക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് ഞാൻ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇന്ന് ഒരുങ്ങി കെട്ടിയിട്ടാണ്. അപ്പോൾ വിചാരിച്ചു ഇന്ന് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള രീതിയിൽ ഈ ഗ്ലാസ്സുകളൊക്കെ തുടയ്ക്കുക, ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഇത് ഞാനൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ടാണ്. ഇതിപ്പോൾ പുതിയത് DIYന്ന് വാങ്ങിച്ച ക്ലോത്താണ്. ഇത് നല്ലൊരു അടിപൊളി ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ ഒരു അടിപൊളി ഐറ്റം കണ്ടിട്ടുണ്ട് വേറെ, അത് ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഓരോ സർപ്രൈസുകളൊക്കെ കാണാം. ഇന്നിപ്പോൾ മിത്ത് എഴുതിയതാണ് I love you അമ്മ എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ. ഇങ്ങനെ കുറേ കുട്ടി സംഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് അത് ഷടപടേന്ന് പറഞ്ഞ് കുളിച്ചില്ല, തലേക്കൊന്നും കഴുകിയില്ല, മേല് കഴുകിയിട്ട് വന്നു. ഇന്ന് നന്നായി എണ്ണ തേച്ച് കുളിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. ഇനി നാളെ ആയിരിക്കാം, കാരണം ഈ 10 മിനിറ്റും കൂടെ ഉള്ളൂ നമുക്ക് റെഡി ആയിട്ട് വേണം മിത്തുകുട്ടീനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ സമയമായി. അപ്പം ഞാൻ ഒരു ഓട്ടപ്പാച്ചിലാണ്. ഇതിൻ്റെ ഇടയിൽ ഭക്ഷണം ഒന്നും കാണിച്ചില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും, ഭക്ഷണം കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ മിത്തുരംശേട്ടും പോകണേൻ്റെ ഇപ്പോൾ ഉച്ചവരെയുള്ള എല്ലാ പരിപാടികളും തീർക്കണോണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഷൂട്ട് ചെയ്യാനൊന്നും ഇന്ന് പറ്റിയില്ല. ഇനി ഈവനിങ്ങിൽ എന്തെങ്കിലും ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി അപ്പം ആലോചിച്ചിട്ട്, ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കണം. അപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കാം. ഇപ്പം അതൊന്നും പറയാനുള്ള സമയം എനിക്കില്ലാത്തതുകൊണ്ട് വേഗം തന്നെ നമ്മുടെ സ്കിൻ കെയറിലേക്ക് കിടക്കാമല്ലേ. നല്ല വെയിലായതുകൊണ്ട് പുറത്ത് സ്കിൻ കെയർ ഇല്ലാതെ പോണ പരിപാടി ഇല്ല കേട്ടോ. അത്ര വെയിലാണ്, നമ്മൾ നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ.
അപ്പോൾ ഇതാണ് എൻ്റെ സ്ഥിരം സ്കിൻ കെയർ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 15% വൈറ്റമിൻ സി ഫേസ് സിറം, അതുപോലെ തന്നെ 1% HA സൺസ്ക്രീനുമാണ്. ഇത് വൈറ്റമിൻ സി ഫേസ് സിറം നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കുറച്ച് വെള്ളത്തിൽ ബെറ്റാഡിൻ സൊല്യൂഷൻ ഒഴിക്കുക കേട്ടോ. അതിലേക്ക് ഈ ഒരു ഡ്രോപ്പ് വൈറ്റമിൻ സി ഫേസ് സിറം ഒഴിച്ചുകൊണ്ട് കണ്ടോ അതിൻ്റെ കളർ മാറുകയാണെങ്കിൽ അത് എഫക്റ്റീവാണ്, അതല്ല കളർ മാറിയില്ലെങ്കിൽ അത് എഫക്റ്റീവ് അല്ല എന്നാണ് കേട്ടോ. അതേപോലെ തന്നെ ഇത് ഡെർമാക്കോൻ്റെ ന്യൂലി ലോഞ്ച് 15% വൈറ്റമിൻ സി സിറം ഹയർ കോൺസെൻട്രേഷനും ബെറ്റർ പൊട്ടൻസിയാണ്. ഇവിടെ ഓപ്പൺ പോഴ്സ് മിനിമൈസ് ചെയ്യാനും അതുപോലെ ഓവറോൾ കോംപ്ലക്ഷൻ എൻഹാൻസ് ചെയ്യാനും 3 to 6 വീക്സിൽ തന്നെ അതിൻ്റെ റിസൾട്ട് വിസിബിൾ ആവാനൊക്കെ അതേപോലെ നമ്മുടെ സ്കിൻ ബാരിയറിനെ സേഫ് ഗാർഡ് ചെയ്യാനൊക്കെ സഹായിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഡെർമാക്കോൻ്റെ 1% ഹൈലറോണിക് സൺസ്ക്രീൻ എക്കോ ജെല്ലാണ്. ഇതിൽ SPF 50 ഉണ്ട്, PA+++ ഫോർമുലേഷൻ ഉണ്ട്, സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആണ്, ഫ്രാഗ്രൻസ് ഫ്രീ ആണ് ആൻഡ് വൈറ്റ് കാസ്റ്റ് സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞു ഇനി ഒട്ടും സമയമില്ല, ഓൺലി 5 minutes ഇവിടുന്ന് പറവറക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഡെർമാക്കോ എന്ന് പറയുന്നത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. അതുപോലെ തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കിലും പേർപ്പിളിലും എല്ലാത്തിലും അവൈലബിൾ ആണ്. പിന്നെ ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വപ്ന 2025 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 20% വരെ ഡിസ്കൗണ്ട് ഉണ്ട് അവരുടെ വെബ്സൈറ്റിൽ കേട്ടോ. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് നമ്മൾ ഓരോ പ്രാവശ്യം ബൈ ചെയ്യുമ്പോഴും നമ്മുടെ ഓർഡർ അവർ ലിങ്ക് ചെയ്യും, ഓരോ കുട്ടീനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ കേട്ടോ, എലോങ് വിത്ത് ഭൂമി ഫൗണ്ടേഷൻ. അങ്ങനെ ദേ മിത്തുക്കുട്ടീനെ ഞാൻ ഓടിപ്പോയി സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. അപ്പം മിത്തുക്കുട്ടി ഞങ്ങൾ ഓരോന്ന് വർത്താനൊക്കെ പറഞ്ഞ് വരികയാണ്. മിത്തുക്കുട്ടിക്കുള്ള സ്നാക്സ് റെഡിയാക്കട്ടെ, മിത്തു ഫ്രഷായി വരുമ്പോഴേക്കും. മിത്തുക്കുട്ടിക്ക് വാട്ടർ മെലൻ വാങ്ങിയിട്ട് ഒരു സാധനം കൂടെ ഉണ്ട് കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തു വയ്ക്കാൻ മറന്നുപോയി. പൈനാപ്പിൾ ചങ്ക്സ് കട്ട് ചെയ്തതാണ് വാങ്ങിയിട്ടുള്ളത്. ഭയങ്കര ടേസ്റ്റാണ്. മിത്തുന് പണ്ട് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമായിരുന്നു പൈനാപ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഭയങ്കര ഇഷ്ടം. അത് അങ്ങനെയാണ്. പണ്ട് ഇതുപോലെ ഇപ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന ഇതുപോലെ പപ്പായ ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ്, അത് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ പണ്ട് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമൊക്കെ ഇപ്പം ചെറുതായിട്ട് ഇഷ്ടമായി വരുന്നുണ്ട്. അതിലൊന്നാണ് ഇതാ വന്നിക്കണോ. മേലൊന്നും കഴുകണ്ടേ? മേല് കഴുകാതെ ഞാൻ ഭക്ഷണം കൊടുക്കാറില്ല അല്ലേ? വന്ന ഉടനെ അത് എനിക്ക് ചെറുപ്പത്തിലുള്ള ശീലമാണ് കേട്ടോ. ചെറുപ്പത്തിൽ ഞാനും ഗീതു വന്നു കഴിഞ്ഞാൽ എത്ര നേരം വൈകി വന്നാലും വന്ന് നേരെ മേലഴുകി കഴിഞ്ഞല്ലാതെ ഒരു തുള്ളി വെള്ളം തരില്ല. ആ ഒരു സെയിം ശീലം ഞാനും മിത്തുവിനെ ഫോളോ ചെയ്യിപ്പിക്കുന്നുണ്ട്. ആദ്യമൊക്കെ കുറച്ച് ഇതായിരുന്നു, ഒരു ദിവസം പോലും കൊടുക്കാറില്ല. അതിൻ്റെ ഫേവറേറ്റ് പൈനാപ്പിൾ. ഇതിലുണ്ടല്ലോ അവർ ബ്ലാക്ക് സോൾട്ടും കൂടെ തരും. ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ ബ്ലാക്ക് സോൾട്ടും കൂടെ തരും. നല്ല ടേസ്റ്റ് കേട്ടോ. അതിങ്ങനെ ചാറ്റ് മസാല ഒക്കെ ഇട്ടിട്ടില്ല മിത്തോ? ഇതിങ്ങനെ എയർ ഫ്രയറിൽ ഗ്രിൽ ചെയ്താലും അടിപൊളിയാണ്. വാട്ടർമെലൻ യെസ് മേലഴിക്കോളൂ. അപ്പൊ ഈ സമയത്താണ് മിത്തുക്കുട്ടി അയ്യോ വന്നു കഴിഞ്ഞാൽ സ്നേഹം തന്നെ സ്നേഹമാണ്. അതും സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് നടക്കുന്ന വരെ ചോദിക്കുക എന്താ അറിയോ, എന്നും 365 ദിവസം ചോദിക്കുക എന്താ അറിയോ, ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ, എന്നെ മിസ് ചെയ്തു. സാധാരണ നമ്മളാണ് കുട്ടികളോട് ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ചോദിക്കുക. ഇതങ്ങനെയല്ല, ഇത് നേരെ തിരിച്ചിങ്ങോട്ടാ. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു, അമ്മ എന്നെ മിസ് ചെയ്തു, അമ്മ എന്നെ മിസ് ചെയ്തു. രാവിലെ മുതൽ ഇത് ചോദിച്ചിരിക്കലാണ് മെയിൻ പരിപാടി. അപ്പം ഞാൻ ഇടയ്ക്ക് പറയും ഇല്ല നല്ല സുഖം ഉണ്ടായിരുന്നു. അതിങ്ങനെ കുറേ വെക്കേഷനൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ നാട്ടിൽ പോയി വന്ന് കുറേ ലീവൊക്കെ കഴിയുമ്പോഴാണ് ശരിക്കത്. അപ്പം എനിക്ക് ശരിക്കും കേട്ടോ ഭയങ്കര ഇതായിരിക്കും. കാരണം ഇതിൻ്റെ ഉള്ളിൽ മിത്തുങ്ങനെ ഉണ്ടായിട്ട് എന്തോ പോലെ വല്ലാത്തൊരു ഫീലായിരിക്കും. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കും അമ്മയ്ക്ക് മിസ് ചെയ്തോ എന്നിങ്ങനെ ചോദിച്ചു. ഞങ്ങൾ അവിടുന്ന് ഇതുവരെ വെറുതെ നടന്ന് ഇങ്ങനെ അടികൂടി വരും. അമിത്ത് ആൾക്കാർ 9ാം ക്ലാസ്സിലായി അതല്ല സ്നേഹല്ല ഇച്ച് നല്ല സ്നേഹത്തെ കുഞ്ഞുവാവ പോലെ കൊഞ്ചിച്ചിട്ട് ഒരു കാലത്ത് കുഞ്ഞുവായും ഞാൻ മിത്ത് ഭയങ്കര ഇമോഷണൽ ഇതുള്ള കുട്ടിയാട്ടോ. ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുട്ടി. പക്ഷെ അമ്മയ്ക്ക് ഇമോഷണൽ പ്രകടിപ്പിക്കാൻ അറിയില്ല, തീരെ കഴിവില്ല. എന്റെ ബുക്കിൽ ജലദോഷക്കാരുടെ മിത്തുന്റെ കംപ്ലൈന്റ് ആണ്. പക്ഷെ ഞാൻ മിത്തുനോട് കാണിക്കും. പക്ഷെ എന്നാലും ഞാൻ പൊതുവെ എക്സ്പ്രസ് ചെയ്യാൻ വളരെ പുറകോട്ടുള്ള ആളാണ്. ഞാൻ ഇമോഷണൽ എക്സ്പ്രസ് ചെയ്യാൻ ഞാൻ പൊതുവെ എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര പുറകോട്ട്. ചിരിയൊക്കെ ആണ്, പക്ഷെ എന്നാലും കരച്ചിലായാലും ഒക്കെ എക്സ്പ്രസീവ് അല്ല എന്ന് എനിക്ക് തോന്നും. കമ്പയർ ടു രമേശേട്ടനും മിത്തുക്കുട്ടി ഭയങ്കര എക്സ്പ്രസീവാണ്, ഭയങ്കര ഇമോഷണൽ ഇതാണ്. എന്താ ഒറ്റ പ്രശ്നമല്ല, ഇമോഷണലി ഭയങ്കര. അതായത് നമ്മൾ ദേഷ്യപ്പെടാനും പറ്റില്ല മിഥുന. നമുക്കൊക്കെ നമ്മൾ ദേഷ്യം വന്നാൽ ദേഷ്യമായിട്ട് കാണിക്കും. മിഥുന എങ്ങനെയാന്ന് വെച്ചാൽ ദേഷ്യം വന്നാലും കരയും. ദേഷ്യം വരുമ്പോഴും കരച്ചിലാണ് വരിക, സങ്കടം വരുമ്പോഴും കരച്ചിലാണ് വരിക, സന്തോഷം വരുമ്പോഴും മിഥുന ആദ്യം വരെ കരച്ചിലാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ മിത്തു നല്ല രസം. അധികം ഇൻസ്റ്റാ റീൽ കണ്ടിട്ട് അങ്ങനത്തെ ആൾക്കാർ എന്തെങ്കിലും പറയാൻ വേണ്ടി വരുമ്പോഴേക്കും അവർക്ക് ആദ്യം കരച്ചിലാണ് വരിക. അതുകൊണ്ട് അവർക്കത് ശരിക്കും പറയാനും പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ്.
ഞാൻ എന്തായാലും ഇതിലൊരു താജ്മഹൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമായിട്ട് ഈ വാട്ടർമെലൻ. ഞാൻ ഇതിവിടെ വാങ്ങാം, ഐ മീൻ മുറിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനം. ഈ വാട്ടർമെലൻ രമേശേട്ടൻ്റെ ഡ്യൂട്ടിയാണ് മുറിക്കുക. കാരണം എനിക്കിതിൻ്റെ കുരയൊക്കെ കളഞ്ഞ് ചെത്തിയെടുക്കുക എന്നുള്ളത് നല്ല ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. അതേപോലെ തന്നെയാണ് പൈനാപ്പിളും. പക്ഷേ ഇത് ഞാനിങ്ങനെ പൈനാപ്പിൾ ചങ്ക്സ് ആയിട്ട് ഇങ്ങനെ വാങ്ങിക്കും. പക്ഷേ ഇത് ആരെങ്കിലും ഇങ്ങനെ വെച്ച് തന്നാൽ ഭയങ്കര ഇഷ്ടമാട്ടോ, നല്ല ടേസ്റ്റാണ്. നമുക്കിതൊന്ന് മുറിക്കുക, ഒരു പ്ലേറ്റ് വെക്കട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ മൊത്തമാവും. എനിക്ക് മിത്തുൻ്റെ സ്കൂളിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് വൃത്തിയായിട്ട് പോലും പോകാൻ പറ്റിയിട്ടില്ല. അവിടെ ഒരു കമ്മലോ പൊട്ടോ ഒന്നും ഇടാതെ അങ്ങനെ ഞാൻ പോയതാണ്. കുളി അങ്ങോട്ട് കഴിഞ്ഞ് ഇന്നിപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞില്ല, ഇന്ന് കുറേ പണിയുണ്ടായിരുന്നു. അതുകൊണ്ട് കുളി കഴിയാൻ നല്ലോണം ലേറ്റായി. ഇന്ന് ബാത്റൂം ക്ലീൻ ചെയ്യലും അതേപോലെ കുറേ പരിപാടികളുണ്ടായിരുന്നു. ക്ലീനിങ്ങിന് നിന്നു, കുറേ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക. അപ്പോൾ എല്ലാം കൂടെ ഒരു ദിവസം ചെയ്യാറില്ല. ഫ്രിഡ്ജ് ഇതൊക്കെ ക്ലീൻ ചെയ്യുന്ന ദിവസം ഞാൻ ബാത്റൂം ക്ലീൻ ചെയ്യാറില്ല. അത് ഞാൻ അടുത്ത ദിവസത്തേക്കാണ് എടുത്ത് വെക്കാറ്. പക്ഷെ ഇന്ന് എന്തോ ഒരു പ്രാന്ത് കയറിയിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ 2:40. പിന്നെ 10-15 മിനിറ്റ് ഇന്ന് നന്നായി എണ്ണ തേച്ച് കുളിക്കണമെന്ന് വിചാരിച്ച ദിവസമാണ്. പക്ഷേ 10-15 മിനിറ്റിൽ കുളിയും കഴിഞ്ഞ് മിത്തുവിൻ്റെ അടുത്ത് പോവാന്നുള്ളത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് മേലേ കഴുകിയുള്ളൂ. തല നനച്ചില്ല. നാളെ നന്നായിട്ട് പിന്നെ വയ്യ, പക്ഷെ എന്നാലും എനിക്ക് തല നനയ്ക്കാതെ എന്തോ പോലെ ഞാൻ പറഞ്ഞില്ല, എന്തോ ഒരു സുഖമില്ലാത്ത പോലെ. അപ്പോൾ നാളെ നന്നായിട്ട് ഇങ്ങോട്ട് തല നനച്ച് എണ്ണ തേച്ച് നല്ല കേളി ഹെയറൊക്കെ ആക്കി ഇടണം. ഇന്നിപ്പോൾ ഞാൻ മുടി ചീകി, അതാണ് അടിയിൽ മാത്രമേ ഉള്ളൂ കേൾസ്. അപ്പോൾ ഹായ്, ഇത് തണുത്ത് കഴിക്കാനാണ് ടേസ്റ്റ്. ശരിക്കും ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഇതിൽ പഞ്ചസാര ഇട്ട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. പക്ഷെ പഞ്ചസാര ഇടാൻ പറ്റില്ല, ഫ്രിഡ്ജിലും വെക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ കഴിക്കാം. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റേതായൊരു മീ ടൈമാണ് കേട്ടോ. കുറച്ച് നേരം ഞാൻ മൊബൈലൊക്കെ ഒന്ന് നോക്കി. ഇതാ റൂമിൽ, ഈ റൂമിലാണ് ഞാൻ കിടക്കുക. അവിടെ ആകുമ്പോൾ കുറച്ച് സുഖമുണ്ട്. ഉച്ചയ്ക്ക് അങ്ങനെ വെയിലൊന്നും അടിക്കില്ല, നല്ല സുഖമാണ്. അപ്പോൾ അങ്ങനെ കിടന്ന് വേണമെങ്കിൽ കുറച്ച് നേരം ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ മിത്തുവിനെ ആർട്ട് ക്ലാസ്സിന് കൊണ്ടേക്ക് തിരിച്ച് വരുമ്പോൾ നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അരമണിക്കൂർ നടക്കാനുള്ള ദൂരമുണ്ട്. പോകുമ്പോൾ നടക്കാറില്ല. മിത്തുവിനെ ഞാൻ ഇങ്ങനെ ഓട്ടോയിൽ കൊണ്ടേക്കും. ശരിക്കും സ്കൂട്ടിയും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ഓട്ടോയിലാണ് കൊണ്ടേക്കുക. കാരണം എന്താ വെച്ചാൽ തിരിച്ച് വരുമ്പോൾ അപ്പോൾ എനിക്ക് നടക്കാം. അത്യാവശ്യം നല്ലൊരു നടത്താണത്. ഒരു 30-35 മിനിറ്റ്സ് നടക്കാനുള്ള ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നടത്തം ഇതൊക്കെ കണ്ടിങ്ങനെ വരുമ്പോൾ ഓരോ പ്രാവശ്യം ഇവിടെ എത്തുമ്പോഴും ഓരോ ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നും അത് മാറിക്കൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ സാരിയും ഇതൊക്കെ. അപ്പോൾ നല്ല രസമാണ് അതൊക്കെ ഇങ്ങനെ നോക്കി നടക്കാൻ. പിന്നെ എനിക്ക് വെജിറ്റബിൾസും വാങ്ങിക്കാനുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിറയെ സ്വീറ്റ് പൊട്ടറ്റോ. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ നല്ല ഇഷ്ടമാണ് കേട്ടോ, നല്ല ഹെൽത്തി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കും. ഇപ്പോൾ നല്ല മാങ്ങി നോക്കുമ്പോൾ ഇതാ മാങ്ങ, ചക്ക, ഇടിച്ചക്ക വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കപ്പ സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊന്നും ഞാൻ വാങ്ങിയില്ല. ഇടിച്ചക്ക കണ്ടാൽ പിന്നെ എങ്ങനെയാണ് എനിക്ക് അത് വിടാൻ പറ്റില്ല. അപ്പോൾ 120 രൂപ കേട്ടോ ഈ ഒരു ചെറിയ ചക്കയ്ക്ക്. എന്നാലും വേണ്ടില്ല ഞാനത് വാങ്ങിച്ചു. അങ്ങനെ ആ സാധനങ്ങളൊക്കെ നമ്മുടെ നാടൻ കുറേ സാധനങ്ങൾ, മുരിങ്ങാക്കായ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി. ഇതാ ഞാൻ സ്വീറ്റ് പൊട്ടറ്റോൻ്റെ ചാട്ടാണ് എനിക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനത് വേഗം ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഇവർക്കൊക്കെ ഉള്ള ഫുഡ് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. സോ ഇതാണ് എൻ്റെ ഡിന്നർ. ഇത് ഞാൻ കുറേ കാണിച്ച് വേർപ്പിച്ചുള്ള കാരണം പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നില്ല. അപ്പോൾ എൻ്റെ ഫുഡ് അടി കഴിഞ്ഞു. ഇന്ന് തൽക്കാലം ഇതിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം മിത്തുക്കുട്ടിക്ക് രമേശേട്ടന് ഇത് പോരല്ലോ. അപ്പോൾ അവർക്ക് ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഉച്ചയ്ക്കും ചപ്പാത്തി തന്നെ ആയിരുന്നല്ലേ. അപ്പോൾ ഇനി രാത്രിയും ചപ്പാത്തി എന്ന് പറയുമ്പോൾ നല്ല ബോറായിരിക്കും. ഇന്നിപ്പോൾ രാത്രി ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും സ്വീറ്റ് പൊട്ടറ്റോ ആണ് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ മീൻ വാങ്ങാം. എങ്കിലും ഒരു മുട്ടച്ചോറ് പോലെയോ അല്ലെങ്കിൽ രമേശേട്ടന് വല്ല കേർഡ് റൈസ് പോലെ, രമേശേട്ടന് ഭയങ്കര ഇഷ്ടം ബീട്രൂട്ടൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനത്തെ കേർഡ് റൈസ്. മിത്തുക്കുട്ടിക്കാണെങ്കിൽ പിന്നെ കേർഡ് റൈസൊന്നും മിത്തു കഴിക്കില്ല. അപ്പോൾ പിന്നെ വല്ല മുട്ടച്ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാം. മാഗി പോലത്തെ സംഭവങ്ങളൊന്നും ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഇല്ല. ഞാൻ രമേശേട്ടൻ ഇല്ലാത്ത സമയത്ത് ഞാൻ മിത്തുവിന് ഒരു ദിവസം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ കാരണം ഒരാൾക്ക് ഒന്നുണ്ടാക്കാം, പിന്നെ ഒരാൾക്ക് വേറെ ഉണ്ടാക്കാം, പിന്നെ എനിക്ക് വേറെ ഉണ്ടാക്കാം. അപ്പോൾ അതിനേക്കാൾ നല്ല 3 പേർക്കും കൂടെ ഒരുമിച്ചാണ് എപ്പോഴും രാത്രി ഡിന്നർ ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് ഇവർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് വിശപ്പ് മാറില്ല. മിത്തുവിന് ഈവനിങ്ങിലൊക്കെ സ്വീറ്റ് പൊട്ടറ്റോൻ്റെ ചാട്ട് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ നിന്ന് വിട്ട് വരുന്ന സമയത്ത്. പക്ഷേ ഞാനിപ്പോൾ വൈകുന്നേരം വരുമ്പോഴല്ലേ വാങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് അത് നടന്നില്ല. അപ്പോൾ മിത്തുവിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മുട്ടച്ചോറ് സ്പെഷ്യൽ സോസൊക്കെ ഇട്ടിട്ടുള്ള അത് ഞാൻ വീഡിയോയിൽ ഇട്ടുണ്ട് തോന്നുന്നു അല്ലേ. അത് മിത്തുവിന് ഭയങ്കര ഇഷ്ടമാണ് മുട്ടച്ചോറ്. അപ്പോൾ അതും രമേശേട്ടന് മുട്ടച്ചോറ് വേണ്ടേരും എനിക്ക് തോന്നുന്നില്ല. കാരണം ഓൾറെഡി എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ദേ ഇവിടെ. ജിമ്മിൽ പോയി വന്നു കഴിഞ്ഞാൽ കഴിക്കാമല്ലോ എഗ്ഗ്. പിന്നെ ഇതിൻ്റെ കൂടെ ഇനിയും മുട്ട എന്ന് പറയുമ്പോൾ വേണ്ട. അത്രയ്ക്ക് മുട്ട കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്കൊരു പേടിയാണ്. അപ്പോൾ ഞാൻ കൊടുക്കാറില്ല. അപ്പോൾ കേർഡ് റൈസ് വിത്ത് മുട്ട ഫ്രൈ. ഇതൊന്ന് ഫ്രൈ അല്ല, ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് മുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചു. എൻ്റെ ശബ്ദം രാത്രി ആകുമ്പോഴേക്കും ഇന്ന് ആക്ച്വലി ഹോമിയോ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ്.
പിന്നെ എനിക്ക് തന്നെ ഒരു മടി. കാരണം രമേശേട്ടൻ ആദ്യം പോയി ഡോക്ടറെ കാണിച്ച് മാറിയപ്പോഴേക്കും മിത്തുവിന് വന്നു. മിത്തുവിന് ഡോക്ടറെ കാണിച്ച് മാറിയപ്പോഴേക്കും ഇതേ എനിക്ക്. അപ്പോൾ ഞാൻ ഹോമിയോ ആണ് കേട്ടോ അപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് എഫക്റ്റ്. മറ്റേ കഫ് സിറപ്പ് അത്ര നല്ലതല്ലല്ലോ ആക്ച്വലി. ഇത് ഒരു 3 ദിവസമൊക്കെ കഴിക്കുമ്പോൾ തന്നെ നല്ല ഭേദമുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി എങ്ങനെയാ പോവുക, അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലെങ്കിലും ഞാൻ വിചാരിച്ചു ഓക്കെ എൻ്റെതായ പൊടിക്കൈ കൊണ്ട് മാറോ എന്നുള്ളത് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ശബ്ദവും പോയി തുടങ്ങിയിട്ടുണ്ട്. നല്ല കഫും ഉണ്ട്. ഇന്ന് രാത്രിയും കൂടെ ഉറങ്ങാൻ പറ്റില്ലെങ്കിൽ ഞാൻ നാളെ പോകും. കാരണം ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്നതും ഞാൻ എണീറ്റു. കാരണം എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. കിടക്കുമ്പോഴേക്കും ചുമ വരികയാണ്. അപ്പോൾ രാത്രിയും കൂടെ നോക്കിയിട്ട് മാറിയില്ലെങ്കിൽ ഞാൻ നാളെ എന്തായാലും ഹോമിയോ ഡോക്ടറെ അടുത്ത് ഞാനും വന്നു എന്നുള്ളൊരു രീതിയിൽ പറയേണ്ടി വരും. കാരണം അത് കഴിക്കാനും വലിയ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ ഹോമിയോ ആകുമ്പോൾ. അപ്പം നമ്മളിപ്പോൾ കംപ്ലീറ്റ് അങ്ങനെ ഹോമിയോയിലേക്ക് മാറിയാലോ. വെറുതെ കുറേ കഫ് സിറപ്പ് കഴിക്കുമ്പോൾ എന്താ പറയുക, നമുക്കിങ്ങനെ കൈ വിറയ്ക്കും, ഭയങ്കര ക്ഷീണം വരും, കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈവൻ പനിയും ഇപ്രാവശ്യം മിത്തുവിന് ഹോമിയോയിൽ കാണിച്ചപ്പോൾ മാറി. അപ്പോൾ വിചാരിച്ചു നമ്മുടെ നേരെ താഴെയുണ്ട്, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, പോണതൊക്കെ ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ വേഗം അവർ വരുമ്പോഴേക്കും കേർഡ് റൈസ് ഉണ്ടാകട്ടെ കേട്ടോ. രമേശേട്ടനാണ് മിത്തുവിനെ കൊണ്ടുവരാൻ പോയത്. ഞാൻ കൊണ്ടാക്കി. ഇനി എനിക്ക് കൊണ്ടുവരാൻ ഇനിയും പോകാൻ വയ്യ. കാരണം ഞാൻ നടന്നിട്ടൊക്കെ വന്നല്ലേ. അപ്പോൾ ഇനി അത്രയും ദൂരം പോവാന്ന് പറയുമ്പോൾ രമേശേട്ടനാകുമ്പോൾ പിന്നെ കാറായിട്ട് പോയിട്ട് എടുത്തോളാം. അപ്പോൾ ബീട്രൂട്ട് കേർഡ് റൈസും ഞാനിതുപോലെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കേർഡ് റൈസ് കേർഡ് മാത്രമല്ല മിൽക്ക് ഒഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. അതിലേക്ക് ഞാൻ കുറച്ച് പിങ്ക് ഹിമാലയൻ സോൾട്ട്, ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ ചോറ്, അതുപോലെ പീനട്ട്, പോമഗ്രാനേറ്റോ എന്തൊക്കെ വേണമെങ്കിലും നമുക്കിടാം. ലാസ്റ്റ് ഒരു തടുക്ക പോലെ ഇട്ടിട്ട് ഇങ്ങനെ വറുത്തിടില്ലേ, അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ. നമുക്ക് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. മാന്യനായി പോയത്. രണ്ടുപേരും കൂടെ അടി കൂടി ഓടി ഒച്ചയും ബഹളം ഉണ്ടാക്കണ കണ്ടാ വിചാരിക്കും എന്തോ ഇവിടെ സംഭവിക്കുന്നുണ്ട്. വരുമ്പോ അമ്മാ വാതില് തുറക്കേ ഇത് ഞാൻ എന്താണോ വെച്ചത്. ഇവിടുത്തെ പൂമ്പഴേ രണ്ടും കൂടെ കരാട്ട കളിച്ചിട്ടാ പോയത്. അതെ മിത്തുവിന് അന്തം കുന്തല്ലേ കിട്ടിയ പോലെ ഇരിക്കട്ടെ. ഭക്ഷണം കഴിക്കണ്ടേ? പണ്ട് വിത്തിന്റെ ഒരു ഇതുണ്ടായിരുന്നില്ലേ കുൻഫു. ഇങ്ങനെ അടികൂടി നടക്കുക. എന്റെ ക്യാമറക്ക് 2 പ്രാവശ്യം വീണു. ഇപ്പൊ സമയം രാത്രി 10:10. ഇവിടെ നെയിൽ പോളിഷ് ഇടുന്ന പരിപാടിയിലാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് രാവിലെ തന്നെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നെയിൽ പോളിഷൊക്കെ ആകെ ഇങ്ങനെ ചൊറി പിടിച്ച പോലെ ആയിരുന്നു. അപ്പം നാളെ 1-2 വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കൈയായ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ വിചാരിച്ച് ഞാനിന്ന് എൻ്റെ നെയിൽ പോളിഷ് ഇട്ട് തരുന്ന ആൾ മിത്തുക്കുട്ടിയാണ് കേട്ടോ. അതാകുമ്പോൾ റിമൂവും ചെയ്തോളും. ഭയങ്കര ഇഷ്ടം. അമ്മാ ഞാൻ നെയിൽ പോളിഷ് ഇട്ടാറ്റേ പിന്നാലെ നടക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്യും, ആദ്യമൊക്കെ ഞാൻ പറയും വേണ്ട. ഇപ്പം എക്സ്പേർട്ടും ആയി. പിന്നെ എനിക്ക് സുഖമാണ് ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി അല്ലേ. കുറെ ദിവസമായി ചോദിക്കുന്നു പെഡിക്യൂറും മാനിക്യൂറും ചെയ്ത് തരട്ടെ. ഒന്നുമില്ല പ്രത്യേകിച്ച്, കൈ ഒരു 5 മിനിറ്റ് അത് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. കുറെ ദിവസമായി ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു സമയമില്ല എനിക്ക് വേണ്ട. പക്ഷെ കൊടുക്കുക ഇത്ര ഇഷ്ടം അതൊക്കെ ചെയ്തു തരാൻ. അപ്പൊ ഒരാൾ ഇങ്ങനെ ചോദിക്കുമ്പോ നമ്മള് മിത്തുവിനും പഠിക്കാണ്ട്. അപ്പൊ ഞാൻ വെച്ച് വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. പക്ഷെ കുറെ ദിവസമായി ചോദിക്കുന്നു. ഇതൊരു കോട്ടും കൂടി ഇടാം. ഞാൻ ഗോൾഡൻ ഇട്ട് അതാകുമ്പോ കണ്ടില്ല എന്നാവും. ഒരു ലൈറ്റ് ഷെയ്ഡ് അല്ല അപ്പൊ ചൊറി പിടിച്ച കൈ പോലെയാവും. ഇതാവുമ്പോ ഇട്ടു എന്ന് തോന്നും ചെയ്യും. എന്നാ ജിങ് ചാക്കും അല്ല. ഇട്ടോട്ടോ ആക്രിലിക് പെട്ടെന്ന് ഉണങ്ങും. പക്ഷെ ഇതിന്റെ കളേഴ്സ് കുറച്ചും കൂടെ നല്ല കളേഴ്സ് ഉള്ളത് സെലക്ട് ചെയ്യായിരുന്നു തോന്നി. ഇതില് 1-2 ന്യൂഡ് ഷെയ്ഡുള്ളൂ. ബാക്കിയൊക്കെ ഭയങ്കര ജിങ്ജാങ് കളേഴ്സാണ്. മിത്തുകുട്ടി പിന്നെ എന്നും മിത്തുവിന് ഇഷ്ടമുള്ള പോലെ കിടലും പരിപാടികളൊക്കെയാണ് കേട്ടോ. അടിപൊളിയായിട്ട് ഇട്ടുതരുന്നുണ്ട് അല്ലേ. ഒരു ദിവസം പെഡിക്യൂറിനിരിക്കുന്ന രമേശേട്ടനാണ് ചോദിക്കുക, ഞാൻ എന്തിനാ മുത്തേ ചോദിക്കുന്ന പോലെയാണ് രമേശേട്ടനേക്ക്. എനിക്കിതൊക്കെ ഇഷ്ടമാണ്, നിങ്ങളെന്താ എനിക്കിതൊന്നും ചെയ്തു തരാത്തത് അല്ലേ. ഞാനും ഇങ്ങനെയായിരുന്നു മിത്തുക്കുട്ടറ ഈ ഒരു പ്രായത്തിൽ. പക്ഷെ എനിക്കിടാനായിരുന്നു കൂടുതൽ ഇഷ്ടം. ഞാൻ പാലിന്റെ പാടയൊക്കെ മിത്തുനോട് അമ്മ പറഞ്ഞില്ലേ, അമ്മ പാലിന്റെ പാടയൊക്കെ വെച്ച് ക്രീമൊക്കെ തേച്ച് അടിപൊളിയായിട്ട് ഞാൻ പെഡിക്യൂറും മാനിക്യൂറൊക്കെ ചെയ്തിരുന്നു. അങ്ങനെയൊക്കെ ഒരു പ്രാന്തുണ്ടായിരുന്നു. 10th മിത്തുനോട് അമ്മ അത് പറഞ്ഞിട്ടുണ്ടോ? 10th ടൂറ് പോവായിരുന്നു. 10 days വെക്കേഷനെ ട്രിപ്പ് പോകും സ്കൂളിൽ നിന്ന്. 10th കോളേജ് പഠിക്കുമ്പോൾ അമ്മ എന്ത് ചെയ്തു, കോളേജ് പഠിക്കല്ലേ ട്രിപ്പ് പോവല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് തലേ ദിവസം അങ്ങോട്ട് ഇരുന്ന് ഒരു 4-5 മണിക്കൂർ പെഡിക്യൂറും മാനിക്യൂറും ഫേഷ്യലും എല്ലാം ചെയ്തു. പോണേൻ്റെ തലേ ദിവസം രാത്രി കിടുകിട് വിറയ്ക്ക പനിച്ചിട്ട്. അന്ന് എനിക്ക് സൈനസും നിരർക്കൊക്കെ ഉള്ള സമയമാണ്. ശരിക്കും ഷിവറിങ് ആയിരുന്നു. പക്ഷെ പൈസ കൊടുത്തതല്ലേ, 10 ദിവസത്തെ ട്രിപ്പല്ലേ, 10 ഇല്ല തോന്നണോ, ഒരാഴ്ചത്തെ ട്രിപ്പല്ലേ എന്നൊക്കെ വിചാരിച്ച്
ഞാൻ പോയി. പക്ഷെ പോയി തിരിച്ച് വരുന്നവരെ മൈസൂർ ബാംഗ്ലൂർ ഊട്ടി ആയിരുന്നു. എൻ്റെ പനി കാരണം അവസാനം ഊട്ടിയൊക്കെ ക്യാൻസൽ ചെയ്തു. ഇവിടുന്ന് പോയി ബാംഗ്ലൂരും മൈസൂരും കംപ്ലീറ്റ് പനിച്ചിട്ടായിരുന്നു. അതിൽ ബാംഗ്ലൂർ എത്തിയപ്പോൾ സയൻസ് മ്യൂസിയം സംഭവങ്ങളൊക്കെ ഫ്രണ്ട്സൊക്കെ പോയി. ഞാനും സാറും കൂടി ഡോക്ടറെ അടുത്തും പോയി. പോയി തിരിച്ച് വരണ വരെ പനി. ഒരാവശ്യമില്ലാത്ത ഇത് ചെയ്തിട്ട് പെഡിക്യൂറും മാനിക്യൂറും അതും ഫേഷ്യലും എല്ലാം കൂടെ ചെയ്ത് നീരിറങ്ങി. അങ്ങനെ കുറേ അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പം ഇന്ന് രാത്രി 10:10 സമയം 10:10 വിത്തുകുട്ടിക്ക് കിടക്കാനുള്ള സമയമായി. അതിനു മുന്നേ വേഗം കുറച്ച് പണി എടുപ്പിച്ചിട്ട് കിടത്തിക്കാന്ന് വിചാരിച്ച്. എങ്ങനെ ഇന്ന് രാത്രി എനിക്ക് കാളരാത്രിയാണ് ചുമച്ചിട്ട്. അപ്പോൾ അപ്പുറത്ത് പോയി കിടന്നു. പിന്നെ ഇവരൊക്കെ പിന്നെ ഭയങ്കര ഉറക്കാണല്ലോ. എനിക്ക് പിന്നെ ചുമച്ചിട്ടാണ് കാളരാത്രി. ഇവർക്ക് പിന്നെ എങ്ങനെയല്ല രാത്രി ഉറക്കല്ലാത്ത ടീംസ്. ഇന്നലെ രാത്രി എനിക്കിങ്ങനെ ഭ്രാന്ത് വന്നത് ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ രമേശേട്ടൻ ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാട്ടോ. രമേശേട്ടന്റെ ഉറക്കം കുറവാ. ചില ദിവസം നന്നായി ഉറങ്ങും, ചില ദിവസം ഉറക്കം കുറവാ. അച്ഛൻ്റെ അതേ മകളാണ് ഇപ്പുറത്തിരിക്കുന്നത്. അപ്പം ഞാൻ 1 മണി 2 മണിക്കുമ്പോൾ അത് ചുമച്ച് ഉറങ്ങാൻ പറ്റാത്ത തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കും. അതിൻ്റെ ഇടയിൽ ഉറക്കം വരില്ല. അവർ ഒരാൾ നടക്കണം. ജെറ്റ് ലാഗ് അത്ര യൂറോപ്പിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നടക്കാം. എന്നാ മറ്റാൾക്ക് എന്ത് ജെറ്റ് ലാഗാണ് അവിടെ. രമേശേട്ടൻ നടക്കും. പാപ്പാ ഞാനുണ്ട് ഇവിടെ. നിങ്ങൾ അവസാനം ഞാൻ ദേഷ്യപ്പെട്ടു. ഇനി അമ്മ മിണ്ടി കഴിഞ്ഞാൽ വെറുതെ 2 പേരും ഉറങ്ങല്ല. 1 മണി 2 മണിക്ക് രാവിലെ സ്കൂൾ ഓഫീസും ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞു ഇനി ഇവിടെ ബഹളം വെച്ചാൽ 2 ഒരു റൂമിലേക്ക് ആക്കിയിട്ട് ഞാൻ വാതിൽ അടയ്ക്കുന്നു പറഞ്ഞു. അതെന്താ? ഓ ബ്ലാക്ക് സ്കൂളിൽ ഇടാൻ പാടോ? അങ്ങനെയാണ് ഇവിടുത്തെ രാത്രിത്തെ കലാപരിപാടികൾ. രാവിലെ 6 മണിയാകുമ്പോഴേക്കും പിന്നെ എണീക്കണേ. അപ്പോൾ അങ്ങനെ ഒരു പപ്പിയും മോളുമാണ്. ഇത് പണ്ടും ഉണ്ടെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. 2 പേർക്കും ഉറക്കം ഒരേ ജീനാണ് കിട്ടിയിട്ടുള്ളത്. ഉറക്കം കുറച്ച് കുറവാണ്. ഞങ്ങളുടെ പരിപാടി നീ തീർക്കുന്നുണ്ടല്ലോ. പ്രാഗിട്ട് ഉറക്കാനും പറ്റില്ല ചുമച്ചിട്ട്. ഉച്ചയ്ക്കും കൂടെ ഒന്നും കിടക്കാൻ പറ്റിയിട്ടില്ല. അതിന്റെ ഏറ്റവും രസം എന്താ വെച്ചാല് ഉറക്കം എന്നുള്ളതല്ല, ആരെങ്കിലും എണീറ്റാലാണ് ആ ഒരു ജോലി സ്വപ്പ് വളരെ വെടിപ്പോട് കൂടി തീർക്കാറുണ്ട്. നിങ്ങളെ പോലെ രാത്രി മുഴുവൻ ഇങ്ങനെ എന്താണ് ആ പാട്ടില്ലേ പുതുമഴയായി എന്നുള്ള പോലെ 2 പേരും. അത് മിത്തുവിന് ഉറക്കത്തേക്കാൾ കൂടുതൽ ആരെങ്കിലും ഉണർന്നാൽ, ഉറക്കത്തിന്റെ ഇടയിൽ ആരെങ്കിലും എണീക്ക് എന്തെങ്കിലും സൂചിയുടെ ശബ്ദം കേട്ടാൽ മിത്തു എണീക്കും. അതാണ് ഈ രമേശേട്ടന്റെ കാൽപാദം കേട്ടിട്ടാണ് മിത്തു എണീക്കുന്നത്. പണ്ടൊക്കെ ഒരു രസം ഉണ്ടായിരുന്നു. അത് പറഞ്ഞിട്ടുണ്ടോ നമ്മളെന്ന് അറിയില്ല. അതായത് മിത്തൊരു 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ മറ്റേ വീട്ടിലായിരുന്ന സമയത്ത് രമേശേട്ടൻ ഈ പറഞ്ഞ പോലെ ഉറക്കം ഇല്ല. ഇടയ്ക്കൊക്കെ ബാത്റൂമൊക്കെ പോകാൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരില്ല. എനിക്കിത് മനസ്സിലാവണില്ല എന്താ. അതായത് ഞാനൊക്കെ ബാത്റൂം പോകാൻ എണീക്കല്ലേ ഉറക്കത്തിലാണ്. ആ ഉറക്കം അതേപോലെ ഞാൻ വന്ന് കിടക്കും. ഇവർക്ക് അങ്ങനെയൊക്കെ എണീറ്റ് ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ പിന്നെ 1 മണിക്കൂറിനൊക്കെ ഉറക്കം വരില്ല. അത്ര എന്താ ഇങ്ങനെയൊക്കെ ഉണ്ടോ ജീവിതം? ഒരു പ്രത്യേക തരം ജീവിതം അല്ലേ. ഞാനെന്റെ ബാത്റൂമിൽ പോയതേ പിറ്റേക്ക് ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ വന്ന് ഞാൻ കിടന്നുറങ്ങും. എനിക്ക് ഈ ഉറക്കം ഇടനേരത്തുനിന്ന് പിന്നെ പോയാ വരിക പോവുക അതൊന്നും എനിക്ക് അറിയാൻ പോലും ഇല്ല എന്താണ് സംഭവം എന്നുള്ളത്. ഇവർ 2 പേരും അങ്ങനെയാണ്. ഉറക്കം നഷ്ടപ്പെട്ടാൽ പിന്നെ വരില്ല. അപ്പൊ രമേശേട്ടൻ ഇടയ്ക്ക് രാത്രിക്ക് ഉറക്കം ഇല്ലാതെ ഇങ്ങനെ 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ നടന്ന സമയം നോക്കാൻ വേണ്ടി പോകുമ്പോൾ മറ്റാൾ വാച്ച് ഇട്ടിട്ട് എടുക്കും. പപ്പാ നോക്കണ്ട 3 മണി ഇട്ടുള്ളത്. അങ്ങനെ ഞാൻ കുറച്ചു കാലം ഗതി കേട്ടിട്ടുണ്ട്. ഇവർ 2 പേരും ഇടയിൽ കിടന്നിട്ട്. ഇപ്പൊ 2 റൂമിക്ക് തട്ടിയിട്ട് ഒരാളെ സഹിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ കുറെ കാലങ്ങൾക്ക് ശേഷം രമേശേട്ടൻ്റെ ജെറ്റ് ലാഗിന്റെ പ്രശ്നം കാരണം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഉറക്കം ശരിയാവണില്ല. അതായത് യൂറോപ്പിൽ ഉറങ്ങേണ്ട ടൈം ആകുമ്പോഴാണ് ഇപ്പൊ ഇവിടെ കിടന്ന് ഉറങ്ങണം. പക്ഷെ രാവിലെ ഓഫീസിൽ പോകണം. അപ്പോൾ അങ്ങനെ കുറച്ച് രസകരമായ സംഭവങ്ങളിലൂടെ പോകണത്. 10:30 ഇപ്പൊ കിടന്ന നാളെ രാവിലെ 4 മണിക്ക് ഉറങ്ങാം. എന്താണ് പറയാനുള്ളത്? ഒരുത്തവിടെ ചാവാ കിടക്കുമ്പോഴാണ് മ്യൂസിക് വിത്ത് ബോഡി ഷോ എന്ന് പറഞ്ഞ പോലെയാണ് ഇന്നലെ രാത്രിന്റെ അവസ്ഥ. ചമച്ച് തെറി വിളിക്കരുത് എല്ലാവരും. അതിൻ്റെ ഇടയിൽ 2 ആളും കൂടെ പുതുമഴയായി വല്ലൂതി നിനക്കുറക്കട്ടോ എനിക്കുറക്കണ്ടോ നിനക്കുറക്കല്ല എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു 2 പേര്. ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് എൻ്റെ സകലമായ കട്ടോളും രാത്രി തെറ്റും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വീടുകൾ ഉണ്ടെന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ജീവിതമാണ് ഇത് അറിയില്ലേ. എന്റെയൊക്കെ ജീവൻ ആർക്കെങ്കിലും കിട്ടണ്ട ഈശ്വരാ. ഞാൻ എന്ത് ചെയ്യോ? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയ മിത്തൊരു കുറച്ച് കൊടുക്കായിരുന്നു ഉറക്കും ബാക്കി കാര്യങ്ങളൊക്കെ. ഞാൻ പിന്നെ എന്തിനാണ് ഇവിടെ? എന്താണ് ഇവിടെ എന്റെ ആവശ്യകത? ഒരു ആവശ്യകത ഇല്ലല്ലോ. എന്തോ കഥ എന്നെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങളെ പാടായി. ഞാൻ ഇവിടെ മുക്കിലത് അങ്ങനെ സഹിച്ച് നടക്കട്ടെ. 2 കൊല്ലം കൂടെ കഴിഞ്ഞിട്ടാണ് എഡിറ്റിംഗ് കൂടെ മിത്തുവിനെ ഏൽപ്പിച്ചതെന്ന് റിട്ടയർമെന്റ് ആവാൻ. എന്താണ് രമേശേട്ടന് പറയാനുള്ളത്? ശ്രമിക്കട്ടെ. നല്ല ഭംഗിയില്ലേ?
ബ്ലാക്ക് കരിദിന കഴിയുന്നോ നല്ല ഭംഗി. നിനക്കിത് റിമൂവർ എടുത്ത് മായ്ക്കാനല്ലേ? അല്ല, സ്കൂളിൽ പോകുമ്പോൾ രാവിലെ ഞാൻ മായ്ക്കും. എൻ്റെ റിമൂവർ ഒരാഴ്ചക്കാണ് ഇപ്പോൾ. ഇത് ഞാൻ തരില്ല, ഇനി മായ്ക്കുകയാണെങ്കിൽ ഞാൻ തരില്ല. സോ ഗുഡ്. മതി. സ്കൂളിൽ ഇങ്ങനെയൊക്കെ ഫാഷൻ കാട്ടി നടന്നാലേ ടീച്ചറോടൊന്നും ചീത്തക്കും. അടിപൊളി നെയിൽ പോളിഷ് കേട്ടോ. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ.